നല്ല കോസ്റ്റ്യൂം, നല്ല പാട്ട്, അടിപൊളിയായിരുന്നു. ഓക്കെ, ചോദിക്കാം. ഹരിച്ചേട്ടാ, പാർത്ഥിവേ എന്തോ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഓ, ഈ പാർത്ഥിവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, പഴയ പാർത്ഥിവ്. ഒരു പച്ചക്കിളിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്ത് തത്തമ്മ. ആരെ കളർ സെലക്ട് ചെയ്തേ? അതോ, അത് എന്റെ അച്ഛനും അമ്മയും. നൈസ്, നല്ല രസമുണ്ട് മോനെ കാണാൻ. കേട്ടോ? തയ്പ്പിച്ചതല്ലേടാ? തയ്ച്ചതാ. ആ, അതാ ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് ഇത്രയും കിട്ടത്തില്ല ഭംഗിയായിട്ട്. അപ്പൊ മോനെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. മോന് ചേരുന്ന ഒരു പാട്ടും കൊണ്ടാ വന്നത്. രസമായിട്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാനും കേൾക്കാനും. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ പെർഫോമൻസ്. താങ്ക് യു സാർ. പിന്നെ ഇതില് സംഗതീസൊക്കെ ഇപ്പൊ ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞു തരാം? നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ലിപ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ആ ഒരു പാട്ടിന്റെ ഒരു മൂഡ് കിട്ടി. അതിലാ അത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ ഈ പ്രായത്തില് ഇതില് വീഴുന്നില്ല. 3 സ്ഥലത്തൊക്കെ കിട്ടുകയും ചെയ്തു, 2-3 സ്ഥലത്തൊക്കെ പോവുകയും ചെയ്തു. അതാണ് ഞാനും പറയാൻ വന്നത്. ചില സ്ഥലത്തൊക്കെ കിട്ടിയത്, ചില സ്ഥലത്ത് കൈ മാത്രമേ കിട്ടിയുള്ളൂ, ശബ്ദത്തിൽ വന്നില്ല. നമുക്കൊന്ന് പാടി നോക്കാം. രാസാത്തി ഉന്ന രാസാത്തി ഉന്ന ഉന്ന രാസാത്തി ഉന്ന. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ സ്പീഡ് കൂട്ടണ്ട. ഇപ്പം താരാര താരാ താര, അപ്പൊ അവിടെ രാസാത്തി ഉന്ന അങ്ങനെ സ്പീഡ് കൂട്ടുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരുന്നത്. ഒന്ന് സ്ലോ ആയിട്ട് പാടി ചോദിക്കുക, ടെമ്പോയിൽ തന്നെ. 3, 4. രാസാത്തി ഉന്ന. അത്രേ ഉള്ളൂ കേട്ടോ. നമുക്കതങ്ങ് കേട്ടാ മതി, ഒരുവിധം ഒന്ന് കിട്ടിയാൽ മതി. പിന്നെ കണ്ണുക്കൊരു വണ്ണക്കിളി ഒന്ന് പാടാവോ? കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ. ഇതിപ്പോ ഒറ്റ ബ്രത്തിനല്ലേ നമ്മള് പാടിയത്. അപ്പൊ എന്തുകൊണ്ട് നേരത്തെ ആ ബ്രത്ത് കിട്ടിയില്ല? എനിക്ക് ബ്രത്ത് എടുക്കാൻ ഇപ്പൊ കിട്ടിയല്ലോ. അത് ഞാനിപ്പോ കുറച്ച് ടൈം എടുത്ത്, ഞാൻ ടൈമിംഗ് അല്ല. അപ്പൊ ബീജി നടക്കുകയല്ലേ? അപ്പൊ ബീജി നടക്കുമ്പോ നമുക്ക് സമയമില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് പ്രിപ്പയർ ആവുക, അടുത്ത ലൈനിന് വേണ്ടി ആ ബ്രത്ത് എടുക്കുക. അല്ലെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒന്ന് പാടിക്കേ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ മോനെ ഒറ്റ ബ്രത്തിൽ പാടാൻ പറ്റും, പക്ഷെ ഇതിന് റിപ്പീറ്റും ഉണ്ടല്ലേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി പാടും. അപ്പൊ നമുക്കിതിൽ ബ്രത്ത് എടുക്കാനുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്സ് ഉണ്ടല്ലോ. കണ്ണുക്കൊരു വണ്ണക്കിന് താണ് കരത, കണ്ട താന തന താന തന താന തന താന തന താന. അറിയില്ല. അപ്പം മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഞാൻ ബ്രത്ത് എടുത്ത് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? ഇല്ല. അപ്പൊ ആ കണ്ണ് ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ. അങ്ങനെ എടുക്കരുത്. കാത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പില്ലേ? നെഞ്ച്. അത് നമ്മൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്യണം അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ടെക്നിക്സ് നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബ്രത്ത് എടുക്കേണ്ട ഒരു സ്ഥലം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഒപ്പിക്കാം. അപ്പൊ മോനെ ബാക്കിയൊക്കെ നന്നായിട്ട് പാടി. എനിക്ക് ഭയങ്കര രസമായിട്ട് ചരണമൊക്കെ ഭയങ്കര രസമായിരുന്നു. മങ്കൈ ഒരു ഗംഗൈ എന, മന്നൻ ഒരു കണ്ണൻ എന, കാതിൽ ഒരു കാതൽ കഥ സൊന്നാൽ എന്ന. ഇല്ല, അവിടെ നന്നായിട്ട് ഒരുവിധം പാടി. അതിന് മുമ്പ് കട്ട് ചെയ്യണ്ടായിരുന്നു, അതൊരു ഒറ്റ വാക്കായോണ്ട് കാതിൽ കണ്ട് കട്ട് ചെയ്യാൻ. പക്ഷെ നമ്മുടെ ആ മറ്റേ ലൈൻ എങ്ങനെ പാടണമെന്നൊരു ഐഡിയ കിട്ടിയില്ലേ ഇപ്പം? അതൊന്ന് ചുമ്മാ ഇങ്ങനെ ട്രെയിൻ ചെയ്യും കേട്ടോ. വീട്ടിൽ പോയി ചുമ്മാ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അപ്പൊ സൂപ്പർ. പാർത്ഥിവേ, എന്തോ കലക്കിയല്ലോടാ നീ. നല്ല ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ആകെ തെറിച്ചു നിൽക്കുന്നത് രാസാത്തി ഉന്നയുടെ ആ പ്ലാൻ. പിന്നെ അതുപോലെ ബ്രെത്തിന്റെ കാര്യം, ഞാനിവിടെ സിംഗിൾ ബ്രെത്ത് അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് പ്രോപ്പർ പ്രാക്ടീസ്. പക്ഷെ ഈ ലങ്സിന്റെ ഉള്ളിൽ എത്ര എയർ കൊള്ളാനല്ലേടാ, ഈ കുഞ്ഞി ലങ്സിനകത്ത്. നമ്മുടെ കൈന്റെ അത്ര ഉള്ളു.
നീ ലെൻസിന്റെ വലിപ്പം എത്ര ഉണ്ടോ നോക്കാനുള്ള ടെക്നിക്ക് അത്. ഓ, എന്റെ കയ്യിന്റെ അത്ര ഉണ്ട്. ആ, നീ ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ ലങ്സിന്റെ വലിപ്പം ഒരു കൊച്ചു കൈ കൊണ്ട് കാണിക്കണത് കാണുന്നത്. ഇത്രയും ഉണ്ടോ എന്റെ lens? ആണോ മോന്റെ ലങ്സ്? ഓ ശരി. ആ ലങ്സിന്റെ അകത്ത് ഇത്ര കാറ്റേ കൊള്ളുള്ളൂ ചേച്ചി. ആ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അവൻ ഇന്നലെ എന്നെ എന്താ വിളിച്ചെന്നറിയോ? നമ്മൾ രണ്ടുപേരും ഗുണ്ടുമണികളാന്ന്. ബോഡി ഷേമിങ്. എടാ നീ എങ്ങനെ പറഞ്ഞോ? എന്താ പറഞ്ഞത്? നമ്മള് രണ്ടുപേരും കുറച്ച് ഗുണ്ടുമണികളാണ്. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞേ? ഇതിലേക്ക് ഞാൻ ഒരു മാർക്ക് കുറയ്ക്കണം. അത്രേ ഉള്ളൂ മോനെ, നന്നായിട്ട് പാടി കേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാനിക്ക. ചേച്ചി മക്കളെ, പാർത്ഥിവ് കുട്ട, എന്തോ? നിന്റെ പാട്ട് നീ പാടണ കേൾക്കാൻ ഒരു പ്രത്യേക അഴകാണ്. ഇപ്പം മോന്റെ പ്രായത്തില് ഈ കുഞ്ഞു പ്രായമാണ്. അപ്പോൾ അതിൽ ഇനിയിപ്പം ആ സംഗതികളൊക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മോൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രായമായി ആ ഒരു എക്സ്പീരിയൻസ്ഡായി സൗണ്ടൊക്കെ മാറിക്കഴിയുമ്പോഴും നമുക്ക് ആ ഉന്നയെ കാണാതെ നെഞ്ചിലുള്ള സംഭവം പിടിക്കണം കേട്ടോ. ആ സംഗതി ഉന്നയിൽ ഇപ്പം നമ്മളിപ്പം ഇനി ഇപ്പം എത്ര പാടിച്ചാലും അത് ഇപ്പം അത് മനസ്സിലാവില്ല. പക്ഷേ ഷാൻ പറഞ്ഞ പോലെ ആ സെക്കൻഡ് ചരണം ഞാൻ നന്നായി എൻജോയ് ചെയ്തു. നല്ല മിടുക്കൻ പാട്ടുകാരനാണ്. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഹരിച്ചേട്ടാ 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക കുട്ടാ എന്തോ? 8.5. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ചേച്ചി അതാ കുഞ്ഞിന്റെ ഒരു പ്രായമൊക്കെ നമ്മളൊന്ന് കണക്കിലെടുക്കണ്ടേ. സോ 8.5. താങ്ക് യു. താങ്ക് യു ചേച്ചി. എന്നോട് പറയണ്ട, എനിക്കറിയാം എത്ര ഉണ്ട്. 24.5. 25.5. ആ കുറച്ച് കണക്ക് പറഞ്ഞൂടെ വന്നിട്ട് പറ്റിയിട്ടുണ്ട്.